ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വിയന്നത്തെ കോസ്റ്റല എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പോൾ ഒരു അടിപൊളി റോഡ് ട്രിപ്പ് നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കായിരുന്നു നമ്മൾ പോകുന്നത്. ഒരു അടിപൊളി സെറ്റപ്പിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാറിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മൾ നാട് വൈബൊക്കെ തോന്നുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഗൈസ് മറ്റേ കോണില്ല, ചോളം, അതാണ് ഇവിടെ ആൾക്കാരുടെ നെല്ലിന് പകരം നടുന്നത് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ കുറേ ആയിട്ട് പച്ചപ്പ് വന്നു തുടങ്ങി. പിന്നെ അവിടേക്ക് എത്തിയപ്പോൾ സൈക്കിൾ റൈഡ്സ്, പിന്നെ വണ്ടികളിൽ പോകുന്ന ആൾക്കാർ, പിന്നെ കാടുകളും മലകളും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളിയായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. അപ്പോൾ ഇതുപോലെയായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു നല്ല അടിപൊളി വ്യൂ. പിന്നെ ഇതെന്ന് പറയുന്നത് വിയന്നത് കാസ്റ്റല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല ബോർഡ്, അത് കാണിച്ചതാണ്. ഇതെന്ന് പറയുന്നതൊരു ബീച്ചാണ് കേട്ടോ. ബീച്ച് ഇതിന് പോകുന്നത് ബോട്ടിന് പോകുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു ബീച്ചാണ്. ഞങ്ങൾ പാലത്തിന് മുകളിൽ കൊടുക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തരുന്ന ആ ഒരു സാധനം എന്ന് പറയുന്നത് പള്ളിയാണ്, ഇവിടുത്തെ പള്ളിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം പോയി ഇപ്പോൾ പള്ളിക്ക് പോകാനൊന്നും കയറാനൊന്നും പറ്റിയില്ല ഗൈസ്, ബിക്കോസ് അവിടെ ഒരു പെരുന്നാൾ നടക്കുകയാണ്. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല, പിന്നീടായിരുന്നു മനസ്സിലായത് പെരുന്നാൾ നടക്കായിരുന്നു എന്ന്. അവിടെ പോലീസ് നിൽക്കുന്നുണ്ട്, GNR. ഇവിടെ നിന്ന് ഒരു കയറ്റം കാരണം ഇവിടെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്. ആ ചുവപ്പൊക്കെ കണ്ടോ, കുറച്ചേരം കഴിഞ്ഞപ്പോൾ പോയി. ഇത് ഞങ്ങൾ ന്യൂട്ടെല്ലായിട്ട് ആ സാധനം കഴിച്ചു. ഇനിയുള്ളത് കണ്ടു വാ. ഞങ്ങൾ പോയപ്പോൾ കണ്ടത് മുഴുവൻ ഒരു സെറ്റപ്പ് ആയിരുന്നു ഗൈസ്. വീഡിയോഗ്രാഫർ പിടിക്കാൻ പാടില്ലേ, അതാണ് ഫസ്റ്റ് തന്നെ എതിർത്ത്. അതാ ഇതുപോലത്തെ ഓരോ വിധിയാണ് ഞാനാണ് ഇവരെ സഹായിക്കുന്നത്. ഞങ്ങള് അതിനെ കൊണ്ടൊരു പ്ലേറ്റ് കൊണ്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓരോന്ന് പിടിച്ചോ. വാട്ടർ ബോട്ടിൽ പൊട്ടിക്കാൻ പിടിക്കാൻ മാനിരിക്കണേ. പിന്നെ ഗൈസ് ഞങ്ങളിത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. നടക്കല്ല, വണ്ടിയുമ്പോൾ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഞങ്ങൾ വെള്ളയപ്പവും ചിക്കൻ കറിയായിരുന്നു കഴിച്ചത്. പിന്നെ ഞങ്ങൾ പള്ളിക്ക് എത്തി കേട്ടോ. പള്ളി ടോപ്പിലായിരുന്നല്ലോ. ഞങ്ങൾ പള്ളിയിൽ എത്തിയിട്ടുള്ള വ്യൂസാണ് ഇത്. അവിടെ കാണുന്നത് മുഴുവനും മുഴുവനും കാണുന്നത്. അപ്പോൾ ഞാനവിടെ ആസ്വദിക്കാണ് വീഡിയോ എടുത്തു. പിന്നെ ഇതാണ് പള്ളി. ഇനിയുള്ളത് കണ്ടുപോകാം ഗൈസ്. പിന്നെ ഞാൻ വെള്ളമുള്ളതെന്ന് പറയുന്നത് ബീച്ചാണ്. പിന്നെ അടിപൊളിയായിരുന്നു, ക്ലൗഡി ഇരുന്ന് ഞങ്ങൾ പോയൊരു ദിവസം അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസ് അടിപൊളിയല്ലേ. എന്നിട്ട് ഞങ്ങൾ പള്ളിയുടെ ഉള്ളിൽ കയറി. ഇതാണ് പള്ളി, അടിപൊളി പള്ളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു നിൽക്കാനൊക്കെ. പിന്നെ ഇതൊക്കെയായിരുന്നു ഓവർ വ്യൂസ്. പിന്നെയുള്ളത് കണ്ടിട്ട് പോയോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ പള്ളിയുടെ ഏറ്റവും ടോപ്പിക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റാണ്, ടിക്കറ്റ് മ്യൂസിയം എന്ന് പറയുക കിട്ടിയതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇംഗ്ലീഷ് ഓപ്ഷൻ ചെയ്തു. പിന്നെ ഇതിൽ എത്ര രൂപയാണ് നമ്മൾ പേ ചെയ്യണതെന്ന് കാണിക്കാൻ പറ്റും സൈഡിൽ. പിന്നെ ഇതവിടെ നിന്ന് വന്ന് കോയിൻ ഇട്ട് കൊടുക്കാം. ഇത് ബിൽ സ്കാനർ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മളിവിടെ പൈസ കൊടുത്തു ഇതിനും. അപ്പം നമ്മളോട് പറയുന്നത് ഇതിനുള്ളത്തെ ബില്ല് ഒന്ന് വലിക്കാനാണ് പറഞ്ഞത്. കിട്ടുന്ന നിങ്ങൾ വലിച്ച് ഇതിനുള്ളൊരു സീക്രട്ട് നമ്പറാണ്. അപ്പോൾ നമുക്കത് അടിച്ചിട്ട് തരാം. അപ്പോൾ നമ്മളെ അടിക്കുകയാണ് കേസ്, നിങ്ങളിതിപ്പോൾ കാണുന്നത്. നിങ്ങൾ ഓക്കെ അടിച്ചു. അപ്പോൾ അത് എൻ്റെ ആയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഞെക്കി കേട്ടോ. അത് എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മനസ്സിലാക്കി വീണ്ടും എടുത്ത് അങ്ങനെയൊക്കെ ആക്കിയെടുത്ത് പിന്നെ ടിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞു നമ്മളോട്. അപ്പോൾ ടിക്കറ്റ് കിട്ടി തുടങ്ങി കേട്ടോ. ഇതിവിടെ കാണുന്നത് ഇതൊക്കെ ടിക്കറ്റ്സാണ്. ടോട്ടലി ഞങ്ങൾ 5 ടിക്കറ്റ്സാണ് എടുത്തത്. പപ്പയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കുട്ടിന്, അപ്പോൾ അത് കിട്ടി. പിന്നെ ലാസ്റ്റ് ഫൈനലായിട്ടൊരു ബില്ലും കൂടെ കിട്ടി. അതിലുള്ള ടിക്കറ്റിനുള്ളിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡോറ്, പിന്നെ ആ ടിക്കറ്റ് സ്കാൻ ചെയ്തത് തന്നെ വീണ്ടും സ്കാൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇറങ്ങി. എന്നിട്ട് ഞങ്ങൾ ഈ വഴിയെ പോണേ ആ വഴിയെ പോണേന്ന് വെച്ചിട്ട് ശരിക്കും പോണ വഴിയിലൂടെ അല്ലാതെ ഞങ്ങൾ വേറൊരു വഴി നോക്കി. പക്ഷെ നോക്കിയപ്പോൾ അവർ ശരിയായിട്ട് അടച്ചു വെച്ചേക്കണം. പിന്നെ ശരിക്കും വഴി കൊടുത്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പോയി കേട്ടോ. ഞാനാണ് ആദ്യം നടന്നത്. അപ്പോൾ നടക്കാനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ അത് സ്പീഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാനൊക്കെ എനിക്ക് കറങ്ങ ഒപ്പില്ല കേട്ടോ. അപ്പോൾ കയറി അപ്പോൾ പറയുന്നത് ചുവപ്പ് ലൈറ്റ് കത്തുള്ളൂ. ഞാനൊന്നും നോക്കിയില്ല. പിന്നെ ഞാൻ വീണ്ടും കയറി. ഇതെന്ന് പറയുന്നത് ഒരു ഇടുങ്ങിയ വഴിയാണ്. അത് കാരണം കൊണ്ടാട്ടോ ക്യാമറയിൽ നിങ്ങൾക്ക് മരിക്ക് കാണാതിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇടുങ്ങിയതാണ്, ഞെളിഞ്ഞവർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. പിന്നെയുള്ളതാണ് ടോപ്പിക്ക് പോണത്. ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റൗണ്ടിലുള്ള സ്റ്റെപ്പ് കയറിയപ്പോൾ തന്നെ പകുതി തല കറങ്ങി. അപ്പോൾ ഞങ്ങളിത് കയറിയപ്പോൾ എത്തി. അപ്പോൾ ഞാൻ ബാക്കി കാണിച്ചു തരാം. ഡെയിലി വരുന്നുണ്ട്.
ഇടണൊക്കെ ഉണ്ട്. പിന്നെ തീ കാണുന്ന ചോക്ലേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അടിയിലേക്ക് ഇറങ്ങി പോവണ്ടെന്നാണ്. എന്താന്ന് വെച്ചാൽ ലൈറ്റ് കത്തി കഴിഞ്ഞാൽ ഈ ചോക്ലേറ്റ് കത്തി കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പാടില്ല. പിന്നെ തീ കാണുന്ന സ്റ്റെപ്പ് ഇത്ര നിങ്ങൾ കയറി പച്ചലൈറ്റ് കത്തി കഴിഞ്ഞാൽ പോവാന്നാണ്. ചോക്ലേറ്റ് കത്തി കഴിഞ്ഞാൽ ആരെങ്കിലും വരാനുണ്ട് അല്ലെങ്കിൽ ലിഫ്റ്റിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. വീണ്ടും പോയപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നുണ്ടല്ലോ, അത് കാരണം കൊണ്ട് അവിടെ ചോക്ലേറ്റ് കാണിച്ചു തുടങ്ങി. എന്നാലും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ചോക്ലേറ്റ് കടിച്ച്. അപ്പോൾ അമ്മയുടെയൊക്കെ ആക്ഷൻസ് ആകെ മൊത്തം മാറി. പിന്നീട് ഞങ്ങൾക്ക് ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടോട്ടലി ഇറങ്ങാനൊക്കെ ശ്രമിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ടോട്ടലി എന്ന് പറയുകയാണെങ്കിൽ ചേച്ചി ഇത് വിൻഡോയ് ഉണ്ട്, അവിടെ ഒരു കുഞ്ഞു വിൻഡോയ് ഉണ്ട്, അതേ കൊണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത്. പക്ഷെ അതുകൊണ്ട് പറ്റിയില്ല. ഞങ്ങളിത് ആ പള്ളിയുടെ ഏറ്റവും ടോപ്പിക്കാണ് പോയത് കേട്ടോ. അതുവരെ പോയപ്പോഴത്തേക്ക് ഇനിയുള്ളതാണ് ഹോസ്പിറ്റലാണ് നിങ്ങളിത് ഈ കാണുന്നത്. ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ള ഒരു ഹോസ്പിറ്റലാണ് നിങ്ങളിത് ഈ കാണുന്നത്. ഇത് മുഴുവനും അന്നത്തെ കാസ്റ്റലിലുള്ള ഹോസ്പിറ്റൽസ്. അത് ആ ഒരു കപ്പലിൻ്റെ ഷേപ്പിലുള്ള ഹോസ്പിറ്റലാണ്. അതെന്ന് വെച്ചാൽ അവിടെ ഒരു വാട്ടർ ഉണ്ട് ആ ഒരു ഹോസ്പിറ്റൽ. പിന്നെ ജോക്കറായിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട്, അത് കാരണം കൊണ്ടാട്ടോ അതിൻ്റെ. പിന്നെ ഞങ്ങൾ സ്പീഡിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ലാഗ് അടിക്കേണ്ടതെന്ന് കരുതി. പിന്നെ ഞാൻ ആ വണ്ടിയുടെ അവിടെ ഇന്ന് കയറാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളത് നോക്കി. പിന്നെ ഞാൻ അടിക്കുന്നപ്പോഴത്തേക്ക് ഒറ്റ പോയിട്ടോ, എന്നോട് ടാറ്റ പറഞ്ഞ പോലെ പോയി. പിന്നെ സൈഡിൽ നിൽക്കണ്ടായിരുന്നു, അതിൽ ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് അത് അതിൻ്റെ പാട് നോക്കി പോയി. അപ്പോൾ അത് എത്തിയിലേക്ക് അതിന് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അത് വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് ഞാൻ ജോക്കറെ വിളിച്ചു. ആദ്യം ജോക്കർ ആക്ഷനൊക്കെ കാണിച്ചു അവിടെ നിന്നെങ്കിൽ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ദണ്ടമിട്ട് നോക്കിയപ്പോൾ ആളിങ്ങിട്ട് പൊക്കി ചാടി. അപ്പോൾ ആൾക്ക് തുപ്പി തന്നു. ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തു വന്നിട്ട് തിരിച്ചു തന്നു. അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ വണ്ടികളൊക്കെ ബോട്ട്സ് പോകുന്നുണ്ടായിരുന്നു, ഭയങ്കര റൈഡ്സിലൊക്കെ ആയിരുന്നു പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത് നോക്കി. പിന്നെ ഉള്ളിലൊരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പരിപാടി കണ്ടു. അപ്പോൾ ഗൈസ് ഞങ്ങളിതേ നിന്നു. എന്നിട്ട് ഞങ്ങൾ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെ കണ്ടു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ നിന്ന് കിട്ടും ഒരു മറ്റേ ചങ്ങല വഴിയിൽ ഇങ്ങനെ കൂട്ടിയിട്ട് രീതിയിലുള്ള സാധനം. ഇത് കപ്പിൾ ഫോട്ടോസ് എടുക്കുന്നതും പിന്നെ സൈക്കിൾ വാങ്ങിക്കാൻ പറ്റുന്നതും കപ്പിൾസിനൊക്കെ ഉള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമായിരുന്നു. അത് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു. ഇതെന്ന് പറയുന്നത് പൈൻ ട്രീസിൻ്റെ ഇതാട്ടോ. പൈൻ ട്രീ ആയിരുന്നു അവിടെ മുഴുവനും ചുറ്റും. പിന്നെ മുന്തിരികളുണ്ടായിരുന്നു, പൈൻസ് ഉണ്ടായിരുന്നു. പൈൻസ് ആയിരുന്നു ആ ട്രീയുടെ അവിടെ സൈഡിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു കുന്നോളം കിട്ടി കിട്ടോ. പിന്നെ അത് കാണുന്നത് ഞാൻ സൈക്കിൾ കൊണ്ട് ഇരുന്ന് നോക്കിയതാ, സൈക്കിൾ ഓടിക്കാൻ പറ്റി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേച്ചി വന്ന് എന്നെ ചീത്ത പറഞ്ഞു. ഇതാണ് ഞാൻ ജോക്കറുടെ കൂടെ എടുത്ത ഫോട്ടോ. അപ്പോൾ അത് ഞങ്ങൾ റൈഡൊക്കെ ഞങ്ങൾ രാത്രി ആയിട്ടും വെട്ടാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇതെന്ന് പറയുന്നത് സൈഡിൽ മുഴുവൻ കല്ല്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ചാച്ചാ. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് പോയോ? ചാച്ചാ.